ഇപ്പൊ ഓഡിബിൾ ആണെങ്കിൽ എല്ലാവരും യെസ് ഒന്ന് അടിക്കണേ. ഓഡിബിൾ ആണെങ്കിൽ യെസ് ഒന്ന് അടിക്കണേ. യെസ്. ഓക്കെ 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 ഓക്കെ. ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിന്ന് ഇന്നലെ ഒരു പഠിച്ചിരുന്നത് റേഡിയൻ ടു ഡിഗ്രി, റേഡിയനിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ തീറ്റ ആറ്, ഡിഗ്രിയിൽ മെഷർ ചെയ്യുന്ന തീറ്റ ഡിയുമായിട്ടുള്ള റിലേഷൻ എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ നിങ്ങൾക്ക് ഡിഗ്രി മെഷർമെന്റിലാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അത് റേഡിയൻ മെഷർമെന്റിലോട്ട് മാറ്റാൻ നിങ്ങൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പോ റേഡിയനിൽ തന്നൊന്ന് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ എത്രയാ? 180/5 വെച്ച തീറ്റാറിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? പക്ഷെ നമുക്ക് ഇതായിരിക്കും മിക്കവാറും കേസുകളിൽ ആവശ്യം വരും. കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആംഗുലർ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി മെഷർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് റേഡിയൻ മെഷർമെന്റ് ആണ്. എന്താണ് റേഡിയൻ മെഷർമെന്റ്? എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്? ഡിഗ്രി മെഷർമെന്റിൽ നിന്ന് റേഡിയൻ മെഷർമെന്റ് കണ്ടുപിടിക്കുന്നത് 30 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനോട് ഈക്വൽ ആണ്? നമ്മൾ ക്ലാസ് ചെയ്തില്ലായിരുന്നോ? 30 ഡിഗ്രി എത്രക്ക് ഈക്വലന്റ് ആണ് എന്ന് പറയണം. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? 5/6. അത് ക്ലാസ്സിൽ ചെയ്തിരുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് നടക്കുന്നില്ല. പിന്നെ 60 ഡിഗ്രി എന്ത് ചെയ്തു? നമ്മൾ 60 ഇൻറ്റു 5/180 ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് 5/3. പിന്നെ 45 ഡിഗ്രി ചെയ്തിരുന്നോ? എങ്ങനെയാ ഡിഗ്രി മാറ്റുന്നത്? 45 ഇൻറ്റു 5/180. 5/180 എത്രയാ? ഇതും ട്രാൻസ്ലേറ്റ് എത്ര വരും? 5/. അപ്പൊ നമുക്ക് വേറൊരു ആംഗിൾ എടുത്താൽ വേണമെങ്കിൽ വെറുതെ 75 ഡിഗ്രി എടുത്ത് നോക്കാം. 75 ഡിഗ്രി എത്ര വരാം? 75 ഇൻറ്റു 5/180 ഇറ്റ് ഗിവ്സ് എത്രയാ? 75 നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംഗിൾ അല്ല, എന്നാലും ഒന്ന് എടുക്കുന്നു മാത്രം കേട്ടോ. 75ലും 180ലും കോമൺ ആയിട്ടുള്ളത് 5 മാത്രമാണ്. 75ലും 15 ആണ്. 15 5/, ഇതിലെത്ര? 36 അല്ലെ? ഓക്കെ. അപ്പം എന്തുണ്ട്? 15 കോമൺ ആയിട്ടുണ്ട് അല്ലെ? 15ല് 15 പോയ 5/1 5/12 വരും അല്ലെ? ഇതിന്റെ ഒന്ന് നോക്കിക്കേ. 75ന്റെ എത്ര കിട്ടിയത്? 5/13 ആണോ? 13 വരുന്നത് 13 ആണോ? ഒന്നുകൂടെ നോക്കിക്കേ. അല്ല, 5/5 എന്താണ്? 12. ഓക്കെ, 5/12. ഇത് ചെയ്യാറില്ല എല്ലാവർക്കും. എടാ ഇതെങ്ങനെ ചെയ്യുന്നത്? എന്ത് ചെയ്യാം? ഇതൊക്കെ ഇപ്പം 180/45 ഒറ്റടിക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടും. ഇതെങ്ങനെ ചെയ്യുന്നത്? 75ലും 180ലും കോമൺ ആയിട്ട് പോകുന്നു നോക്കുക. 5 പോകും അല്ലെ? 5 പോയാൽ 15ഉം ഇവിടെ എത്ര വരും? 5 പോയാൽ എത്രയാ? 36 അല്ലെ? ഇതിൽ വീണ്ടും ആര് പോകും? 3 പോവില്ലേ? 3 പോയാല് 3 വെട്ടിപ്പോയാല് 5ഉം ഇവിടെ എത്രയാണ്? 3 പോയാൽ എത്ര വരിക? 12. അതാണ് ആൻസർ. 5/12. അങ്ങനെ തന്നെ കേട്ടോ നമ്മുടെ സാധാരണ മെത്തേഡ് തന്നെ. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആംഗിൾ ആണ് 120 ഡിഗ്രി എന്നൊക്കെ പറയാം. 120 ഡിഗ്രി എങ്ങനെ തന്നെ ചെയ്യും? 120 ഇൻറ്റു 5/180 which gives ഇതിൽ രണ്ടിലും 60 അല്ലേ കോമൺ ആയിട്ട് ഉള്ളൊരു കോമൺ മൾട്ടിപ്പിൾ. അപ്പം കോമൺ മൾട്ടിപ്പിൾ അല്ല, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? 60 ആണ്. അപ്പൊ എത്ര വരും? 2/5/3. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2/5/3 ആണ് അല്ലെ? പിന്നെ 150 ഡിഗ്രി അങ്ങനെ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. ഞാൻ എല്ലാം ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചിലത് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഇൻറ്റു 5/180 which gives എത്രയാണ്? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 5.
ഓക്കെ യെസ് ഓക്കെ ഫൈൻ. പിന്നെ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? 360 into pi by 180 which gives എത്രയാണ്? 2 pi അല്ലെ? 2 pi. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് 13ൻ്റെത് 5/6 ആണ്, 16ൻ്റെത് 5/3 ആണ്, 45 ഡിഗ്രിൻ്റെത് 5/4 ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് 180ൻ്റെത് പൈ, 360ൻ്റെത് 2 പൈ. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാതെ തന്നെ ബൈ ഹാർട്ട് ആകേണ്ടതാണ്. ഓക്കെ ക്ലിയർ ആണോ? അത് ചെയ്ത് നോക്കാതെ തന്നെ ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ താഴെ എക്സാമ്പിൾ കൊണ്ടുവരിക. സൈൻ 5/6 ഒന്ന് ഇത് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എത്രയാണ് സൈൻ 5/6? എത്രയാണ് സൈൻ 5/6? എത്രയാണ് സൈൻ 5/6? 2 പൈയോ അല്ലല്ലോ? ഓക്കെ അത് നേരത്തെ. ഓക്കെ എത്രയാണ്? 1/2. വെരി ഗുഡ്. 1/2. വെരി ഗുഡ്. എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് കേട്ടോ. ഓക്കെ എന്ത് ചെയ്യാം? 5/6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം എത്രയാണ് 5/6 എത്രയാണെന്ന് അറിയണം. 30 ബൈ ഹാർട്ട് വേണം. ഓക്കെ അപ്പൊ സൈൻ 5/6 എന്താണ്? സൈൻ 30. സൈൻ 30 എത്രയാണ് നമുക്കറിയാം അല്ലെ? 1/2. ക്ലിയർ? ഓക്കെ നൗ കോസ് 5/4. 5/4 എന്താ? 45 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലെ? 5/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. അത് ബൈ ഹാർട്ട് ആയിരിക്കാം. ഓക്കെ 5/4 ഈസ് 45 ഡിഗ്രി. അപ്പൊ എത്ര വരാം? കോസ് 5/4 എത്രയാ? കോസ് 45 എത്രയാണ്? 1/√2. വെരി ഗുഡ്. 1/√2 നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലേ? പിന്നെ tan 5/3. tan 5/3 എത്രയാ? tan 5/3. 5/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ലെ? 60 ഡിഗ്രിയാണ് 5/3. നോക്കിക്കേ അല്ലെ? 60 ഡിഗ്രിയാണ് 5/3. അപ്പൊ എത്ര വരിക? √3. വെരി ഗുഡ് അല്ലെ? tan 5/3 ഈസ് √3. ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ ചോദിച്ചാൽ തന്നെ കറക്റ്റ് ഉത്തരം പറയാൻ പറ്റണം കേട്ടോ. ഓക്കെ ജോസഫ് തോമസ് ജോസഫ് യെസ്. ഈ തോമസ് ജോസഫ് എന്താ എപ്പോഴും ഇങ്ങനെ കൈ റേസ് ചെയ്ത് വെക്കുന്നത്? എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ അതില്? മിസ്റ്റേക്ക് ആയിട്ട് വരുന്നതാണോ റേസ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നത്? എനിവേ എടാ നിങ്ങൾ എല്ലാവരും മെറ്റീരിയൽ നോക്കിക്കാം. ബ്രിഡ്ജ് ആ ഒരു നമ്മുടെ മെറ്റീരിയൽ മാത്സിന്റെ ആ മെറ്റീരിയൽ നോക്കാം. ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ അയച്ചതിന്റെ എന്തൊരു മെറ്റീരിയൽ ഇല്ലേ? ഇതൊന്നും നോക്കാം. എടുത്തല്ലാരും അതിലിപ്പോ നമ്മൾ എത്തിയിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സം ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസ്. അപ്പൊ ഞാൻ പെട്ടെന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് തന്നെ. എന്താ ഓക്കെ എന്തേ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണോ?
ഓക്കെ, എന്നാ കണ്ടിന്യൂ ചെയ്തോളൂ. ഒരാൾ നോന്ന് എഴുതിയിട്ടുണ്ട്. ഓഡിയോ നോട്ട് ക്ലിയർ. ഓക്കെ, എന്താണ് പ്രശ്നം? ഞാനിപ്പോ എക്സ്റ്റൻഷൻ വെച്ചിരുന്നു ഇവിടെ, വൈഫൈ ബൂസ്റ്റർ. ഓക്കെ, ഓഡിയോ ക്ലിയർ അല്ല. ഓഡിയോ ഇപ്പോഴും ക്ലിയർ അല്ല ആർക്കും? ഹലോ, ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കുന്നില്ല. ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ പഠിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്സിലെ ഐഡന്റിറ്റീസിലോട്ട് കടക്കാം. ഓക്കെ, ഈ ടോപ്പിക് ഫിസിക്സിൽ അത്ര അത്യാവശ്യമുള്ളതല്ല. ഓക്കെ, മാത്സിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പൊ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു. എന്താ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ? എന്താണ് സൈൻ ഓഫ് 90 മൈനസ് തീറ്റ? കോസ് തീറ്റ. വെരി ഗുഡ്. എന്താണ് കോസ് തീറ്റ? അതേപോലെ എന്താണ് കോസ് ഓഫ് 90 മൈനസ് തീറ്റ? കോസ് ഓഫ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ അല്ലേ? അതേപോലെ ടാൻ ഓഫ് 90 മൈനസ് തീറ്റ എന്താണ് കോട്ട് തീറ്റ ഇല്ലേ? യെസ്, ഗുഡ്. യെസ്. ഇതൊക്കെ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഇതെങ്ങനെയാ വരുന്നത്. നമ്മൾ ഈ ഒരു സാധനം വെറുതെ ബൈഹാർട്ട് പഠിക്കുന്നതിന്റെ ഒപ്പം ഫിസിക്കലി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുകൊണ്ട് വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് വിചാരിക്കുക. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, എ ബി സി. അപ്പൊ ഈ ആംഗിൾ അല്ലേ തീറ്റ അല്ലേ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് 90 അല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്രയാ? ആ സി വെർട്ടെക്സ് ഉള്ള ഭാഗത്തെ ആംഗിൾ ഏതാണ്? ഇവിടെ സൈൻ അല്ലെ? അപ്പൊ BC by AC ആണ്. cos theta ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ഹലോ, ഓഡിയോ നോട്ട് ക്ലിയർ. അയ്യോ, ശരിയായി. ഓഡിയോ ക്ലിയർ അല്ലേ? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ. എന്റെ ഓഡിയോ കേൾക്കുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ സൈൻ തീറ്റ ബി സി ബൈ എ സി എന്ന് പറഞ്ഞു അല്ലെ? അതേപോലെ കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ത് വരും? കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ത് വരും? ഒന്ന് നോക്കി ഒന്ന് വേഗം പറഞ്ഞുതരാം. കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ആംഗിൾ? ഏതാ വരിക? കോസ് ഓഫ് 90 മൈനസ് തീറ്റ ഏതാണ്? കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. എത്ര തന്നെയാ? ബി സി ബൈ എ സി അല്ലെ? എന്തിനു വരും? ബി സി ബൈ എ സി. എടാ നോക്കിക്കേ, ഇതും ബി സി ബൈ എ സി, ഇതും ബി സി ബൈ എ സി അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്താണ്? കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്താണ്? കോസ് ഓഫ് 90 മൈനസ് തീറ്റ? കോസ് ഓഫ് 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? തീറ്റ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഗുഡ്. ഓക്കെ, നൗ എടാ അതേപോലെ തന്നെ കുറെ ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സീക്ക് ഓഫ് 90 മൈനസ് തീറ്റ എന്താണ്? സീക്ക് ഓഫ് 90 മൈനസ് തീറ്റ പറ.
sec of 90 minus theta is എന്ത് തീറ്റയാണ്? cosec theta അല്ലേ? sec of 90 minus theta is cosec theta. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. നമുക്ക് തൽക്കാലം നമുക്ക് അത് മാത്രം പോരാ. ഓക്കെ, നമുക്ക് അത് മാത്രം പോരാ. നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ 0ക്കും 90ക്കും ഇടയിലുള്ള ആംഗിൾസിന്റെ കേസ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏത് വേണമെന്ന് ചോദിച്ചാൽ വി ഹാവ് ടു ഡീൽ വിത്ത് ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിനേക്കാളും കൂടുതൽ വാല്യൂ ഉള്ള ആംഗിളിന്റെ സൈനും കോസും വാല്യൂസും നമുക്ക് ഇതേപോലെ ഐഡന്റിറ്റീസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ സൈൻ ഓഫ് 90 മൈനസ് തീറ്റയ്ക്ക് പകരം വാട്ട് വിൽ ബി ദ വാല്യൂ ഇഫ് the angle we are supposed to find is sin 90 plus theta. sin 90 plus theta വന്നാൽ എന്ത് ചെയ്യും? അതുപോലെ sin 180 minus theta വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഉള്ള മെത്തേഡ് ആണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു ജനറൽ മെത്തേഡ്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ബൈഹാർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആംഗിൾസിന്റെതും കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ മെത്തേഡ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ശ്രദ്ധിക്കാം. ഓക്കെ, പെട്ടെന്ന് പറയൂ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം. ഇതാണ് ഒരു ക്വാഡ്രന്റ് പ്ലെയിൻ അല്ലെ? ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് പ്ലെയിൻ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വരച്ചിട്ടുള്ളതാണ് അല്ലെ? ഈ ആംഗിൾ എത്രയാ? 0 ഡിഗ്രി അല്ലെ? ഇവിടെ നിന്നാണ് ആംഗിൾ മെഷർമെന്റ്സ് എല്ലാം മേക്ക് ചെയ്യുക കേട്ടോ. മാത്സിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ക്വാഡ്രന്റ് പ്ലെയിൻ. ഈ ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എല്ലാ ആംഗിൾസും measure ചെയ്യുക കേട്ടോ. ഓക്കെ, ഓർക്കുക, all angles are measured from positive x-axis in the counter-clockwise direction. Okay, all angles are measured in the counter-clockwise direction from the positive x-axis. അപ്പൊ നോക്കിക്കേ, ഇത് എത്ര ആംഗിൾ വരും? എത്രയാണ്? 90 അല്ലേ? ഇത് വേഗം പറ. ഈ ആംഗിൾ എത്രയാണ്? 180. വെരി ഗുഡ്. 180 ഡിഗ്രി. ഇതോ 270 ഡിഗ്രി അല്ലേ? ഓർമ്മയില്ലേ? 360 ആണോ അത്? 270. ഇതാണ് എന്താവുന്നത്? വീണ്ടും 360. ഇത് 360 കഴിഞ്ഞ് ഒരു കറക്കം കറങ്ങി വീണ്ടും ഇവിടെ എത്തുമ്പോ 360 90 കൂട്ടണ്ടേ? 90 കൂട്ടുമ്പോ എന്ത് വരും അല്ലെ? ഇത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഇവിടെ എത്തുമ്പോ 360 പ്ലസ് 90 എത്രയാണ്? കേൾക്കാവോ? എത്രയാണ്? 450. 360 plus 90 which is 450. Okay, yes, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ക്വാഡ്രന്റ് പ്ലെയിനിലെ ഏത് ആംഗിൾസിന്റെ കേസ് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത്. സൈൻ ഓഫ് 90 മൈനസ് തീറ്റ, കോസ് ഓഫ് 90 മൈനസ് തീറ്റ, ടാൻ ഓഫ് 90 മൈനസ് തീറ്റ, ഇതൊക്കെ എഴുതുമ്പോൾ ഏത് ക്വാഡ്രന്റാ വരുന്നത്? ഈ ഒരു ക്വാഡ്രന്റ് മാത്രമല്ലേ വരുന്നുള്ളൂ അല്ലെ? ഏത് മുതൽ 0 മുതൽ ഏത് വരെയുള്ള വാല്യൂസ്? 0 മുതൽ ഏത് വരെ? ആലോചിച്ച് നോക്കിയേ, ഏത് വരെയാണ്? 0 മുതൽ 90 ഡിഗ്രി. യെസ്, നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം 0 മുതൽ ഏത് വരെ ഉള്ളൂ? 90 ഡിഗ്രി വരെ ഉള്ള വാല്യൂസിന്റെ മാത്രമേ നമ്മളിപ്പോ ഉള്ളൂ അല്ലെ? അത് കഴിഞ്ഞിട്ട് 90 മുതൽ 180, 180 മുതൽ 270, 270 മുതൽ 360, അതിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ സൈൻ 30, സൈൻ 60, സൈൻ 45, സൈൻ 90 അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ സൈൻ 120 എത്രയെന്ന് ചോദിച്ചാൽ അറിയില്ല, സൈൻ 150 എത്രയെന്ന് ചോദിച്ചാൽ അറിയില്ല, സൈൻ ഓഫ് 210 എത്രയെന്ന് ചോദിച്ചാൽ ഒന്നും നമുക്ക് എന്തില്ല, പറയാൻ അറിയില്ല. അറിയോ? പറയാൻ അറിയാവോ? ഇതൊക്കെ ഇല്ലല്ലോ. ഇല്ല, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ശ്രദ്ധിക്കുക. അപ്പോ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതിനുള്ള മെത്തേഡ് കേട്ടോ, അതിനുള്ള മെത്തേഡാണ്, അതിനുള്ള സ്ട്രാറ്റജിയാണ് ഞാനിപ്പോ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, ഇവിടെ 4 ക്വാഡ്രന്റ്സ് ആണ് ഉള്ളത്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, എത്ര ക്വാഡ്രന്റ്സ് ഉണ്ട്? 4 ക്വാഡ്രന്റ്സ്. ഈ ക്വാഡ്രന്റ്സിനെ മെഷർ ചെയ്യുന്നത് ആലോചിക്കുക. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, 0 ഇങ്ങനെയല്ലേ മെഷർ ചെയ്ത് പോകുന്ന ആംഗിൾ, അതേ രീതിയിലാണ് നമ്പറിങ്ങും പോകുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ഏതാണ്? 0 മുതൽ 90 വരെ. സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ
90 മുതൽ 180 വരെ. തേർഡ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മുതൽ 270 വരെ. ഫോർത്ത് ക്വാഡ്രന്റിലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 270 മുതൽ എത്ര വരെയാണ്? 360 വരെ. ഓക്കെ ഓക്കെ ക്ലിയർ ആണോ ഇത്? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ യെസ് ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യേണ്ടത് എന്ന് വരെ നമുക്കറിയാം അല്ലെ? അതേ മെത്തേഡ് വെച്ചിട്ട് ബാക്കിയുള്ള ആംഗിൾസിന്റെ എല്ലാം ഇപ്പൊ ഇവിടെ അല്ലേ 120 ഇതിൽ ഏത് ക്വാഡ്രന്റിൽ വരും? 120 ഏത് ക്വാഡ്രന്റിൽ വരും? 1 2 3 4 ഏത് ക്വാഡ്രന്റിലാണ് 120 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ വരിക? ഏതിലാണ്? 2. വെരി ഗുഡ് 2ലാണ് വരിക അല്ലെ? 2ലാണ് വരിക. Now 300 എന്ന് പറഞ്ഞ ആംഗിളോ? 300 ഡിഗ്രി. വെരി ഗുഡ് 300 എന്ന് പറഞ്ഞ ഡിഗ്രി ഏതിലാണ് വരിക? ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരിക. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാദ്യം വേണം. ഓക്കെ ആ ഒരു ഐഡിയ വേണം. Now ചെയ്യാനുള്ള മെത്തേഡാണ് ഞാനിപ്പോ പറയുന്നത്. നോക്കിയേ, രണ്ട് ടൈപ്പ് ആക്സിസുകൾ ഉണ്ട് ഇവിടെ. ഓക്കെ രണ്ട് ടൈപ്പ് ആക്സിസുകൾ ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ ഏതാണ്? ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ വരുന്ന ആംഗിൾസ് ആണ് 0 ഡിഗ്രി, 360 ഡിഗ്രി, 180 ഡിഗ്രി. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതിപ്പോ എന്താവാം? 450 ഒക്കെ ആവാം അല്ലെ? ഇത് 450 ആവാം, പിന്നെ 450 30 720 ഇതൊക്കെ ആയിക്കൂടെ? അങ്ങനെ ആംഗിൾസ് അല്ലേ? അപ്പൊ ഇവിടെ തന്നെ 0 ഡിഗ്രി ആവാം, 360 ആവാം, 720 ആവാം, അങ്ങനെ സോൺ പോകും അല്ലെ? അപ്പൊ ഈ ആംഗിൾസിലെല്ലാം ഈ ആംഗിൾസിനെല്ലാം നമ്മൾ വിളിക്കുക ഹൊറിസോണ്ടൽ ആക്സിസിലെ ആംഗിൾസ് ആണ് കേട്ടോ. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസിലെ ആംഗിൾസ് ആരൊക്കെയാ? എടാ എന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ക്വാഡ്രന്റ് വരച്ചിട്ടുണ്ടാവണം. ഓക്കെ പിന്നെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് എഴുതും. ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും. ഓക്കെ ഇനി പറയാം ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള ആംഗിൾസ് ആരൊക്കെയാണ്? ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള ആംഗിൾസ്? ഒന്ന് ഞാൻ പറയാം 0 ഡിഗ്രി. പിന്നെ ഏതാ? 0 ഡിഗ്രി അല്ലാതെ പിന്നെ ആരാ ഉള്ളത്? 0 പിന്നെ വെരി ഗുഡ് ഒരാൾ എഴുതി 0 180 360. വെരി ഗുഡ് 0 ഉണ്ട്. പിന്നെ നോക്കിക്കേ 180 ഹൊറിസോണ്ടൽ ആക്സിസ് 0 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി. 0 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി. യെസ് വെരി ഗുഡ് പിന്നെ ആള് പറഞ്ഞതൊക്കെ കറക്റ്റ് കേട്ടോ. പിന്നെ ഏതാ? ഇത് 450 കഴിഞ്ഞാൽ ഇത് 540 അല്ലേ? 540 ഏത് ആംഗിൾ തന്നെയാ? ഏത് ആക്സിസിൽ തന്നെയാ? ഹൊറിസോണ്ടൽ ആക്സിസിൽ തന്നെ ആണ്. ഓക്കെ നമ്മൾ പക്ഷെ ഇപ്പൊ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. നമുക്കിപ്പോ മാക്സിമം ആവശ്യമുള്ളത് ഇത്രേ ഉള്ളൂ. ഓക്കെ ഇത് തന്നെ ആവശ്യത്തിലേറെയാണ്. ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ വരുന്നത് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പോയി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനത് ക്ലാസ്സിൽ പറയുന്നില്ല. ഓക്കെ നമ്മൾ കുറച്ച് സ്പീഡിൽ പോവാണ് ഈ ഭാഗം. ഇനി വെർട്ടിക്കൽ ആക്സിസിലുള്ള ആംഗിൾസ് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഇവിടെ കൊടുത്തത് പറഞ്ഞാൽ മതി. ഇവിടെ കൊടുത്തത് ഏതൊക്കെയാ? വെർട്ടിക്കൽ ആക്സിസിലെ രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? 90 ഡിഗ്രിയും പിന്നെ 270 ഡിഗ്രി അല്ലെ? 90 ഡിഗ്രിയും 270 ഡിഗ്രിയും. ഓക്കെ ഇതല്ലേ ഇവിടുത്തെ ആംഗിൾസ്. അതിപ്പോ നിങ്ങൾക്ക് ഇവിടെ നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഓൾ ഇതാണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ സിൽവർ ടീ കപ്സ്. എടാ ഇതൊരു ഷോർട്ട് കട്ട് ആണ് കേട്ടോ. കോർത്തുള്ള ഷോർട്ട് കട്ട് ആണ്. ഓൾ സിൽവർ ടീ കപ്സ് ഒന്ന് പറഞ്ഞു നോക്കി എന്താണ്? ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ സിൽവർ ടീ കപ്സ്. ഓക്കെ ഓൾ സിൽവർ ടീ കപ്സ്. യെസ്
അതെന്തിനാ ഓർത്ത് വെക്കുന്നതെന്ന് വെച്ചാല് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വാഡ്രന്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണ് എന്ത് വരുന്നത്? സിൽവർ വരുന്നത്. ഇവിടെയാണ് എന്ത് വരുന്നത്? ടി വരുന്നത്. പിന്നെ ഇവിടെയാണ് എന്ത് വരുന്നത്? കപ്സിന്റെ സി വരുന്നത്. ഇതാണ് കേട്ടോ ഓൾ, സിൽവർ, ടി, കപ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റിൽ ഓർത്ത് വെക്കും. ഇത് എന്തിനാന്ന് വെച്ചാല് ഈ 4 ക്വാഡ്രന്റിലും നമ്മൾ പഠിച്ച 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഇല്ലേ? സൈന്, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്, ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ 6 ട്രിഗണോമെട്രിക് റേഷ്യോസില് ഓരോ ക്വാഡ്രന്റിലും ഓർത്തു വെക്കുക, ഓരോ ക്വാഡ്രന്റിലും ആ 6 ട്രിഗണോമെട്രിക് റേഷ്യോസിൽ ഓരോ ക്വാഡ്രന്റിലും ആരാണ് പോസിറ്റീവ്? ഓക്കെ, ഏത് ആംഗിൾ ആണ്, ഐ മീൻ അതാത് ക്വാഡ്രന്റ്സിൽ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് പോസിറ്റീവ് വാല്യൂ വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ഓർത്ത് വെക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ്? പോസിറ്റീവ് ആണ്. എടാ നമ്മൾ പഠിച്ചത് അങ്ങനെ തന്നെയല്ലേ? ആണെങ്കിൽ യെസ് എഴുതുക, അല്ലെങ്കിൽ നോ എഴുതുക. നമ്മൾ പഠിച്ച ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം 90ക്ക് താഴെയുള്ളതല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളതല്ലേ? എല്ലാം പോസിറ്റീവ് അല്ലായിരുന്നോ? സൈൻ 1, സൈൻ 30, സൈൻ 45, കോസ് 45, ടാൻ 30, ടാൻ 60 എല്ലാം എന്തായിരുന്നു? പോസിറ്റീവ് ആണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, കമ്മിങ് ടു ദ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇവിടെ സിൽവർ എന്നല്ലേ? അതിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് മാത്രം എടുക്കുക. അപ്പൊ എന്താണ് സിൽവറിന്റെ എന്ന് പറഞ്ഞാൽ? എന്താ? ഏത് ആംഗിളാ? ഏതാണ് സിൽവർ എന്ന് പറഞ്ഞാൽ? ആരാണ്? സൈൻ പോസിറ്റീവ്. ക്ലിയർ ആണോ? ആര് പോസിറ്റീവ് ആണ്? സൈന് പോസിറ്റീവ് ആണ്. എടാ സൈന് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവുന്ന വേറൊരു ആംഗിളും ഉണ്ട്. സൈന് പോസിറ്റീവ് ആണെങ്കിൽ, സൈൻ ഓഫ് എൻ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവുന്ന വേറൊരു ആംഗിൾ ഏതാ? വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ്? കൊസീക്ക് അല്ലെ? സൈന് പോസിറ്റീവ് ആണെങ്കിൽ, എടാ സൈനിന്റെ നേരെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്? അപ്പൊ സൈന് പോസിറ്റീവ് ആണെങ്കിൽ എന്തും പോസിറ്റീവ് ആയിരിക്കും, കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആര് പോസിറ്റീവ് ആണ്? സൈന് മാത്രം പോസിറ്റീവ് ആണ്. സൈന് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആരും പോസിറ്റീവ് ആണ്? കൊസീക്കും പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ സൈനും കൊസീക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആംഗിൾസും, ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും, ബാക്കിയുള്ള 4 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഇല്ല, ആ 4 എണ്ണവും സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, 4 ട്രിഗണോമെട്രിക് റേഷ്യോസും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. ഇനി മൂന്നാമത്തതില് ഓൾ സിൽവർ ടി കപ്സിലെ ടി വെച്ച് മാപ്പ് ചെയ്തിരിക്കുകയാണ് ഇതിലോട്ട്. ഇനി പറ ടി എന്താ? ടി സ്റ്റാൻഡ്സ് ഫോർ എന്തിനു വേണ്ടിയാണ്? എന്താണ്? ടാൻ അല്ലേ? അല്ലടാ, ടി സ്റ്റാൻഡ്സ് ഫോർ ടാൻ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ വേറൊരാൾ കൂടെ പോസിറ്റീവ് ആയിരിക്കും. ആരാണ്? കോട്ട്. വെരി ഗുഡ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും സി? സി സ്റ്റാൻഡ്സ് ഫോർ ആരാണ്? ഓൾ സിൽവർ ടി കപ്സിലെ കപ്സ്. എന്താണ് സി? സി സ്റ്റാൻഡ്സ് ഫോർ ആരാണ്? കോസ്. വെരി ഗുഡ്, കോസ്. അപ്പൊ എന്താണ്? കോസ് പോസിറ്റീവ് ആണെങ്കിൽ ആരും പോസിറ്റീവ് ആയിരിക്കും? സിക്കും പോസിറ്റീവ് ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് അതാത് ക്വാഡ്രന്റ്സിലെ പോസിറ്റീവ് ആകുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ്, സെക്കൻഡില് സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ്, മൂന്നാമത്തതില് ടാനും കോട്ടും മാത്രം പോസിറ്റീവ്, നാലാമത്തേല് കോസും സീക്കും മാത്രം പോസിറ്റീവ്. ഓക്കെ, ഇത് ഇതേപോലെ ബൈഹാർട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഓക്കെ, ഇത് അതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ ഇനി നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതെങ്ങനെ ചെയ്യാം? ഓക്കെ, ആ ക്വസ്റ്റ്യൻസിന് മുമ്പ് ഒരു ചെറിയൊരു ഐഡിയ കൂടെ പറയാനുണ്ട്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക്. ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് സൈൻ 120യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ്? എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചു? സൈൻ 120.
സൈൻ 120 എത്രയാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, സൈൻ 120 എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, പറയാൻ അറിയില്ല. അറിയോ? അറിയോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ബൈ ഹാർട്ട്? ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സൈൻ ഓക്കെ. കുറച്ച് പേര് എന്തൊക്കെയോ പറയുന്നുണ്ട്. സന ഫാത്തിമ 1/2 എന്ന് പറഞ്ഞു അല്ലെ? യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അത് നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഡിറ്റർജൻസ് നിങ്ങൾ എവിടെ പഠിച്ചേ? സൈൻ 60 ഈക്വൽ അല്ലേ? ഈക്വൽ ആണ് കേട്ടോ, ഈക്വൽ ആണ്, കറക്റ്റ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്നുള്ളത് ഒരു മാത്സിൽ പഠിപ്പിച്ചോ? ഇത് എടാ നിങ്ങൾക്ക് മാത്സിൽ ഇത് പഠിപ്പിച്ചോ? +1 ആദ്യം +1 എന്ന് പറഞ്ഞത്? +1 കഴിഞ്ഞ പ്രാവശ്യം ഒരു മറുപടി കിട്ടും. +1 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തുടങ്ങിയോ? ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഞാനത് എന്തായാലും ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാം. 10th ഉണ്ട്. ഓക്കെ, ചിലർക്ക് 10th പഠിപ്പിച്ചിട്ടുണ്ട്. ICSE ആണോ? CBSE ഇല്ല, എന്തായാലും എനിക്ക് ഉറപ്പാണ്. CBSE പഠിപ്പിക്കുന്നില്ല. എനിവേ നമുക്കൊരു ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാം? സൈൻ ഓഫ് ഈ 120 ഡിഗ്രീനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് സൈൻ ഓഫ് 180 മൈനസ് സൈൻ 120നെ എനിക്ക് എങ്ങനെയായിട്ട് എഴുതാം? സൈൻ ഓഫ് 180 മൈനസ് എത്രയാ? 180 എത്ര സബ്ട്രാക്ട് ചെയ്താലാടാ 120 കിട്ടുക? 60. വെരി ഗുഡ്. എത്രയാണ്? 180 മൈനസ് 60. എഴുതിക്കൂടെ? 180 മൈനസ് 60 എന്ന് പറഞ്ഞാൽ ഇത് സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്ക്, ഇത് ഏത് ക്വാഡ്രന്റിൽ വരുന്നതാ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ഏതിൽ വരുന്നതാ ഈ ആംഗിൾ? ഏതിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. വെരി ഗുഡ്. അതെങ്ങനെ മനസ്സിലാക്കുക? 180 മൈനസ് എന്നല്ലേ? 180 മൈനസ് എന്ന് പറഞ്ഞ ഏതാ ക്വാഡ്രന്റ്? 180 പ്ലസ് എന്ന് പറഞ്ഞ ഏതാ? 180 മൈനസ് എന്ന് പറഞ്ഞ സെക്കൻഡ്. വെരി ഗുഡ്. 180 പ്ലസ് ആണെങ്കിലോ? 180 പ്ലസ് എന്ന് പറഞ്ഞാണ് ആംഗിൾ വരുന്നതെങ്കിലോ ഏത് ക്വാഡ്രന്റ് പോകും? തേർഡ് ക്വാഡ്രന്റ് അല്ലെ? 180 പ്ലസ് എന്ന് പറഞ്ഞാൽ 150നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലോട്ട് പോലെ ഇല്ലേ? അപ്പൊ 180 മൈനസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? എന്തത് സൈൻ അല്ലല്ലോ, കോസ് അല്ലേന്ന്? എന്തിന്റെ? തമന്ന തുസ്ലീം, എന്താണ്? സൈൻ അല്ലല്ലോ, കോസ് അല്ലേന്ന്? അയ്യോ തമന്ന, ഞാൻ ഇവിടെ ക്ലാസ്സില് ഇപ്പൊ പറഞ്ഞ കാര്യം അല്ല ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. എടാ 0 മുതൽ 90 വരെയുള്ള ആംഗിൾസ് അല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് 90 മുതൽ 180 വരെയുള്ള ആംഗിൾസ് അല്ലെ? ഇവിടെ ചോദിച്ച 120 ഡിഗ്രി ഏത് ക്വാഡ്രന്റിലാണ് വരിക? ഏത് ക്വാഡ്രന്റിലാണ് വരിക? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെ? അത്രേ ചോദിച്ചുള്ളൂ. അല്ലാതെ ആരാണ് പോസിറ്റീവ് ആവുന്നത്, ആരാണ് നെഗറ്റീവ് ആവുന്നത് എന്നെ ക്വസ്റ്റ്യനിലേ ഇല്ല കേട്ടോ. പിന്നെ അതേ സൈൻ ഓഫ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, സൈൻ ഓഫ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ വരിക? സൈൻ ഓഫ് 180 മൈനസ് തീറ്റ ഏതാ ക്വാഡ്രന്റ്? ഏതാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. അതേപോലെ സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് പറ. സൈൻ ഓഫ് 180 മൈനസ് 60 ഏതാ ക്വാഡ്രന്റ്? 180 മൈനസ് 60 ചിന്തിക്കേണ്ട ആ ഒരു പാത്താണ് പറഞ്ഞ കേട്ടോ. ഏതാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. വെരി ഗുഡ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ആ സെക്കൻഡ് ക്വാഡ്രന്റില് സൈനിനെ അല്ലേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? സൈന് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വെരി ഗുഡ്, പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ്. അപ്പൊ നോക്ക്, പ്ലസ് പ്ലസ് ആണ്, ശരിയാണ്. ഇനി 180 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ തന്നിരിക്കുന്ന ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ക്വാഡ്രന്റിലെ ആ പെർട്ടിക്കുലർ ട്രിഗണോമെട്രിക് റേഷ്യോ വാല്യൂ അതോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് അല്ലെ? ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. ഗുഡ്. അപ്പൊ ഇനി നോക്കിയേ, പോസിറ്റീവ് ആണെന്ന് കിട്ടിയല്ലോ. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ആംഗിള് നമ്മളിപ്പോ ഇതിനെ 180യുടെ ടേംസിലല്ലേ എഴുതിയത് അല്ലെ? എന്തിന്റെ ടേംസിലോട്ട് എഴുതി? 180യുടെ
ടേംസിലോട്ട് എഴുതും. 180 ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള ആംഗിൾ ആണോ വെർട്ടിക്കൽ ആക്സിസിലുള്ള ആംഗിൾ ആണോ? 180 ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള ആംഗിൾ ആണോ വെർട്ടിക്കൽ ആക്സിസിലുള്ള ആംഗിൾ ആണോ? യെസ്, വെരി ഗുഡ് ഹൊറിസോണ്ടൽ. അപ്പോഴേ എല്ലാവരോടും കൂടെ ആയിട്ട് ഒരു കാര്യം, വെരി ഗുഡ് ശരിയാണ് കേട്ടോ, ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇനി ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഇതേപോലെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ഒരു കോൺസെപ്റ്റോ ഒന്നുമല്ല, ഇതൊരു മെത്തേഡാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഹയർ ആംഗിൾസിന്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതില് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ഇതിൽ കിടക്കുന്നില്ല കേട്ടോ, ഇതിന്റെ പിന്നീട് ഫിസിക്സ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു മെത്തേഡ്, അത്രേ വ്യത്യാസം കേട്ടോ. അപ്പൊ നമുക്ക് സൈൻ 180 മൈനസ് 60 അതിൽ വന്നിട്ടുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് ലൈസ് ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഓർക്കുക, ഹൊറിസോണ്ടൽ ആക്സിസിൽ ഉള്ള ഒരു ആംഗിൾ ആണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ സൈനിന്റെ വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പൊ എന്ത് വരും? സൈൻ എന്ന് തന്നെ വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ സൈനിൽ എന്തില്ല, ചേഞ്ച് ഉണ്ടാവില്ല. ആ ട്രിഗ്നോമെട്രിക് റേഷ്യോ, ഇവിടെയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്? സൈൻ എന്നല്ല, ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണെങ്കിലും അതേ ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് ഇവിടെയും വരിക. ഓക്കെ, എന്ത് വരും? പ്ലസ് സൈൻ 60. ഓക്കെ, അപ്പൊ സൈൻ 180 മൈനസ് 60 എന്താണ്? സൈൻ അയ്യോ എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാനിപ്പോ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ കഴിഞ്ഞിട്ട്, ഇത് ഫസ്റ്റ് കാര്യമാണ്. 3 കാര്യങ്ങൾ പറയുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, മൂന്നാമതായിട്ട് ഞാനൊരു നോട്ട് ചെയ്തു കേട്ടോ, അത് കഴിഞ്ഞാൽ മനസ്സിലാവും. യെസ്, സൈൻ 60 എത്രയാ അത് പറ. ഞാൻ പറഞ്ഞപ്പോ എന്താ? സൈൻ 180 മൈനസ് 60 നമുക്ക് എന്ത് ചെയ്താം? നമുക്ക് സൈൻ 180 മൈനസ് 60 സൈൻ 60 1/2 ആണോ? എടാ നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്. സൈൻ 60 1/2 ആണോ? ആണോ? സൈൻ 60 1/2 ആണോ? അല്ല, എത്രയാണ്? √3/2. ഓക്കെ, എത്രയാണ്? √3/2. വെരി ഗുഡ്. ഓക്കെ, ഇനി എന്താ? സൈൻ ഓഫ് 90 പ്ലസ് 30 എത്രയാണ്? സൈൻ ഓഫ് 90 പ്ലസ് 30. വാട്ട് ഈസ് സൈൻ ഓഫ് 90 പ്ലസ് 30? സൈൻ ഓഫ് 90 പ്ലസ് 30 ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ ലെനോവോ ടാബ് 7 എന്താ? എന്ത് ക്ലിയർ അല്ല എന്നാ പറഞ്ഞേ? എന്ത് ക്ലിയർ അല്ല എന്നാണ് പറഞ്ഞത്? ഓഡിയോ ആണോ വീഡിയോ ആണോ? എടാ ഇയാൾ പറയുന്നില്ലല്ലോ. ഓക്കെ, എക്സ്പ്ലനേഷൻ ക്ലിയർ അല്ല. ഓക്കെ 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 ഓക്കെ, ഞാൻ പറയാം കേട്ടോ, ഞാൻ പറയാം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സൈൻ ഓഫ് 180 മൈനസ് 60 എന്നുള്ളത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഞാൻ ഒന്നുകൂടെ ഈ സൈൻ 180 60 എങ്ങനെ ഇത് വന്നതെന്ന് പറയാം. ഓക്കെ, സൈൻ 180 മൈനസ് 60 ഏത് ക്വാഡ്രന്റ് വരും? സെക്കൻഡ് ക്വാഡ്രന്റ്. ആ സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ എന്താണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സൈനിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണം. ആ സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ ഇട്ടു. ഓക്കെ, നെഗറ്റീവ് സൈൻ ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ 90 മൈനസ് അല്ലെങ്കിൽ 90 പ്ലസ് അല്ലെങ്കിൽ 180 മൈനസ് അല്ലെങ്കിൽ 180 പ്ലസ് അങ്ങനത്തെ ഒരു ആംഗിൾ അല്ലേ ഇവിടെ ഉണ്ടാവുക. ആ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ആയ 180 ഡിഗ്രി ഏത് ആക്സിസിൽ കിടക്കുന്ന ആംഗിൾ ആണ്? ഹൊറിസോണ്ടൽ ആക്സിസിൽ കിടക്കുന്നതല്ലേ? ഹൊറിസോണ്ടൽ ആക്സിസിൽ കിടക്കുന്ന ആംഗിൾ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ആക്സിസിൽ കിടക്കുന്ന ആംഗിൾ ആണെങ്കിൽ സൈനിന്റെ റീറ്റെയിൻ ചെയ്യും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരുള്ളൂ? സൈൻ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സൈൻ 180 മൈനസ് 60 എഴുതാം, പ്ലസ് സൈൻ 60 എന്ന് എഴുതാം. അല്ല നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? സൈൻ 180 മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ, സോറി സൈൻ 90 മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ. അതേപോലെ തന്നെ സൈൻ 180 മൈനസ് തീറ്റ ഈസ് എന്ത് എഴുതി? പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, സൈൻ 180 മൈനസ് തീറ്റ എന്ത് എഴുതി? പ്ലസ് സൈൻ തീറ്റ. ക്ലിയർ ആണോ? അത് സൈൻ 180 മൈനസ് തീറ്റ എന്താണ്? പ്ലസ് സൈൻ തീറ്റ. ആ രീതിയിൽ നമുക്ക് എഴുതാം. ശ്രദ്ധിക്കുക, ഞാൻ ആ റീറ്റെയിൻ ചെയ്യുന്ന കാര്യം, റീറ്റെയിൻ ചെയ്യുന്നതും എന്താണ് സ്വാപ്പ് ചെയ്യുന്നതും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കാം. ഈ സൈൻ 90 പ്ലസ് 30 കണ്ടുപിടിക്കാം. ഓക്കെ, സൈൻ 90 പ്ലസ് 30 ഏത് ക്വാഡ്രന്റാണ്? സൈൻ 90 പ്ലസ് അല്ലേ? സൈൻ 90 പ്ലസ് എന്ന് പറഞ്ഞാൽ 90-നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഉറപ്പായിട്ടും ഏതാ ക്വാഡ്രന്റ്?
സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സെക്കൻഡ് ക്വാഡ്രന്റിൽ? പറ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്താം? പ്ലസ് അല്ലെ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നേരത്തെ ഉണ്ടായിരുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലെ ആംഗിൾ ആയ 180 ആയിരുന്നു. ഇപ്പൊ ഉള്ളത് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ല. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിലെ ആംഗിൾ ആണ്? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിലെ ആംഗിൾ ആണ്? വെർട്ടിക്കൽ അല്ലെ? വൈ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആണ്. വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താവും എന്ന് വെച്ചാല് സൈനിന് പകരം നിങ്ങൾ കോസും, കോസ് ആണെങ്കിൽ കോസിന് പകരം നിങ്ങൾ സൈൻ വരും. അതായത് എന്ത് ചെയ്യും? രണ്ടും ഉൾട്ടയാവും. മനസ്സിലായി? സൈൻ ആണെങ്കിൽ അത് നേരെ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. നേരെ എന്താ? സൈനിന് പകരം എന്ത് വരും? കോസ്. ക്ലിയർ ആണോ? നേരത്തെ ഒറിസോണ്ടൽ ആക്സിസിലെ ആംഗിൾ ആയതുകൊണ്ട് എന്ത് ചെയ്തു? സൈൻ ആയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്തു. പക്ഷെ ഇവിടെ വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആയതുകൊണ്ട് സൈന് മാറി എന്ത് വന്നു? യു ഹാവ് ടു സ്വാപ്പ് സൈൻ വിത്ത് കോസ്. എന്ത് വരും? കോസ് 60 കോസ് 60 അല്ലല്ലോ, ഇവിടുത്തെ ആംഗിൾ അല്ലേ തന്നെ. കോസ് എത്രയാ? ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി അല്ലേ? എന്ത് വരും? എന്താണ് കോസ് 30? കോസ് 30 എന്താണ്? പറ. കോസ് 30 എത്രയാണ്? വാട്ട് ഈസ് കോസ് 30? √3/2. വെരി ഗുഡ്. എത്ര തന്നെയാണ്? √3/2. എടാ എന്താ അതിന്റെ അർത്ഥം? ഞാൻ സൈൻ 120 എന്ന് പറഞ്ഞ വാല്യൂ രണ്ട് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ ആൻസർ എന്ത് തന്നെയാണ്? സെയിം ആണ് അല്ലെ? രണ്ട് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും എനിക്ക് സൈൻ 120 കിട്ടിയത് എന്ത് തന്നെയാണ്? √3/2. അപ്പൊ ഇത് രണ്ട് മെത്തേഡ് ആണ് കേട്ടോ. സൈൻ 180 മൈനസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ -60 എന്ന് എഴുതാം, അല്ലെങ്കിൽ സൈൻ 90 പ്ലസ് 30 എന്നും എഴുതാം. സൈൻ 180 മൈനസ് 60 അല്ലെങ്കിൽ സൈൻ എത്രയാണ്? 120 പ്ലസ് 30. സോറി, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, യെസ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നോട്ടായിട്ട് താഴെ എഴുതി വെക്കുക. എന്താണ് അവിടുത്തെ ആംഗിൾ? ഏതാണെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിലെ ആംഗിൾ ആണെങ്കിൽ എന്ത് റീറ്റെയിൻ ചെയ്യാം? റീറ്റെയിൻ ട്രിഗ്നോമെട്രിക് റേഷ്യോ. ഈ TR എന്ന് എഴുതുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് കേട്ടോ. സർ കോസ് 30 എങ്ങനെയാ പോസിറ്റീവ് ആയിരുന്നോ? എടാ, ഈ പോസിറ്റീവ് ആണോ ആൾ ഉദ്ദേശിച്ചത്? സുന്ദൂസ് അബൂബക്കർ, ഈ കോസ് 30 ഈ പ്ലസ് ആണോ ഉദ്ദേശിച്ചത്? ഈ പ്ലസ് എങ്ങനെ വന്നു എന്നാണോ ആൾ ഉദ്ദേശിച്ചത്? ഈ പ്ലസ് എങ്ങനെ വന്നു എന്നാണോ നീ ഉദ്ദേശിച്ചത്? ആണോ? യെസ്. ആ പ്ലസ് വന്ന് ഇത്രയേ ഉള്ളൂ. നോക്കിക്കോട്ടെ, ഇവിടെ സൈൻ ഓഫ് 180 മൈനസ് 60, ഇവിടെ സൈൻ ഓഫ് 90 പ്ലസ് 30. രണ്ടും നോക്കിക്കേ, സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? 90 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വരുന്നത് അല്ലെ? സെക്കൻഡ് ക്വാഡ്രന്റിലോട്ടല്ലേ പോകുന്നത്? ഇവിടുന്ന് ആംഗിൾ മെഷർ ചെയ്യുന്നു. അപ്പൊ 90 നിന്ന് 60 കൂട്ടുക എന്ന് പറഞ്ഞാൽ ഏതാ? ഇങ്ങനെയല്ലേ ആംഗിൾ വരാം? അല്ല, ഇങ്ങനെയുള്ള ആംഗിൾ അല്ലേ വരാം? ഇങ്ങനെ ഒരു ആംഗിൾ അല്ലേ വരാം? എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്. അതേപോലെ 180 മൈനസ് 60 എന്ന് പറഞ്ഞാലും 180നേക്കാളും കുറവാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഏത് ക്വാഡ്രന്റ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ വരുന്നത്? രണ്ടും സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വാഡ്രന്റില് നമുക്ക് സൈനിന്റെ വാല്യൂ അല്ലേ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈനിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഏതാ നമ്മൾ പഠിച്ചത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പഠിച്ചത്? പോസിറ്റീവ്. ഓക്കെ, ക്ലിയർ ആണോ അത്? അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് വന്നു, അതേപോലെ തന്നെ ഇവിടെയും പോസിറ്റീവ് വന്നു. പിന്നെ ഇവിടെ സൈന് റീറ്റെയിൻ ചെയ്തു, പക്ഷെ ഇവിടെ സൈൻ റീറ്റെയിൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? സൈൻ ചെയ്യപ്പോഴാണ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ റീറ്റെയിൻ ദ ട്രിഗ്നോമെട്രിക് റേഷ്യോ. TR എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തത് ട്രിഗ്നോമെട്രിക് റേഷ്യോ. ഞാനിവിടെ ബോർഡിന് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആണെങ്കിലോ? വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്വാപ്പ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോ. ട്രിഗ്നോമെട്രിക് റേഷ്യോനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനാ ഇങ്ങോട്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ ഓൾറെഡി കണ്ടത് ഏതാണ്?
സൈനിനെ എന്താക്കി മാറ്റണം? എന്താക്കി മാറ്റണം? സൈൻ ആണെങ്കിൽ സൈൻ നമ്മൾ എന്താക്കി മാറ്റി? കോസ് ആയിട്ട് സ്വാപ്പ് ചെയ്തില്ലേ? അല്ലേ? ഇല്ലേ? അതേപോലെ കോസ് വന്നാൽ അതിനെന്താക്കണം? സൈൻ ആക്കണം. അപ്പൊ സൈനും കോസും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്വാപ്പ് ചെയ്യുക കേട്ടോ. സൈനും കോസും തമ്മിൽ സ്വാപ്പ് ചെയ്യും. അതേപോലെ സീക്കും കൊസീക്കും സീക്കും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. അതേപോലെ ആരാണ്? ടാനും കോട്ടും തമ്മിലും നമ്മൾ സ്വാപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ എപ്പോഴാണ്? വെർട്ടിക്കൽ ആക്സിസിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗണോമെട്രിക് റേഷ്യോനെ സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ വന്നാൽ കോസ് ആവും. ഇനി ഇവിടെ കോസ് വരുന്നുണ്ടെങ്കിൽ അത് സൈൻ ആവും. ഇവിടെ ടാൻ വന്നാൽ ഇവിടെ കോട്ട് ആവും. ഇവിടെ കോട്ട് വന്നാൽ ഇവിടെ ടാൻ ആവും. ഇവിടെ സീക്ക് വന്നാൽ ഇവിടെ കൊസീക്ക് ആവും. ഇവിടെ കൊസീക്ക് വന്നാൽ ഇവിടെ സീക്ക് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. എപ്പോ? ഇവിടെ കൊടുത്തിരിക്കുന്ന ആംഗിൾ എന്താണെങ്കിൽ, എന്ത് ആംഗിൾ ആണെങ്കിൽ പറ, എന്ത് ആംഗിൾ ആണെങ്കിൽ അല്ലെ, എന്ത് ആംഗിൾ ആണെങ്കിൽ? വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആണെങ്കിൽ. എടാ എനിക്ക് ഇത് മായ്ക്കാൻ പറ്റില്ല തൽക്കാലം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത് പെട്ടെന്ന് എഴുതിയെടുക്കും കേട്ടോ. എഴുതിയെടുക്കാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, ഈ സ്വാപ്പിങ്ങും റീറ്റെയിനിങ്ങും. ഹൊറിസോണ്ടൽ ആക്സിസിലെ ആംഗിൾ ആണെങ്കിൽ റീറ്റെയിൻ ദ ട്രിഗണോമെട്രിക് റേഷ്യോ. വെർട്ടിക്കൽ ആക്സിസിലെ ആംഗിൾ ആണെങ്കിൽ സ്വാപ്പ് ദ ട്രിഗണോമെട്രിക് റേഷ്യോ. സ്വാപ്പ് ചെയ്യേണ്ടത് സൈനിന്ന് കോസിക്ക്, കോസിന് സൈന്, സീക്കുന്ന കൊസിക്ക്, കൊസിക്കുന്ന സീക്ക്, ടാനിന്ന് കോട്ടിക്ക്, കോട്ടുന്ന ടാനിലേക്ക്. ഓക്കെ, എടാ അതെ, നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടുക കേട്ടോ. ഇതിന്റെ ക്ലാരിറ്റി കറക്റ്റ് കിട്ടുക എക്സാമ്പിൾസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ഇത് എന്തെങ്കിലും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇത് മായ്ക്കുകയാണ് കേട്ടോ. വായിച്ചോട്ടെ, വായിച്ചോട്ടെ ഇത്. ഓക്കെ, വായിച്ചോട്ടടാ. ഓക്കെ, യെസ്. ഒരു നോയും കാണാത്തോണ്ടാണ് കേട്ടോ വായിക്കുന്നത്. ഓക്കെ, നൗ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് കാണാം. ഇപ്പൊ ഇതുവരെ നമ്മൾ സൈൻ അല്ലേ ചെയ്ത്, ഇനി നമുക്ക് കോസ് ഓഫ് 150 ഡിഗ്രി കണ്ടുപിടിക്കാം. ഓക്കെ, കോസ് ഓഫ് 150. എക്സാമ്പിൾ 1. ഓക്കെ, എക്സാമ്പിൾ 2. എക്സാമ്പിൾ 1 കഴിഞ്ഞില്ലേ, എക്സാമ്പിൾ 2. കോസ് ഓഫ് 150 ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കും? കോസ് ഓഫ് 150 രണ്ട് രീതിയിൽ കണ്ടുപിടിച്ചിട്ട് 150നെ എങ്ങനെയൊക്കെ എഴുതാം ഒന്ന് പറഞ്ഞേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150നെ എങ്ങനെയൊക്കെ എഴുതാം നിങ്ങൾ പറ. വെരി ഗുഡ്. 180 മൈനസ് 30. വെരി ഗുഡ്, അതൊരു മെത്തേഡാണ്. പിന്നെ 180 മൈനസ് 30, പിന്നെ ഏതാണ് 90 പ്ലസ് 60. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതൊക്കെയാണ് അപ്പൊ? കോസ് ഓഫ് 180 മൈനസ് 30 ഞാൻ ആദ്യം എഴുതാണ് കേട്ടോ. എടാ ഞാൻ ഇവിടെ എല്ലാത്തിനും ഇനി ഡിഗ്രിന്ന് എഴുതില്ല കേട്ടോ ചിലപ്പോ. ഓക്കെ, ഡിഗ്രിന്ന് എഴുതില്ല ചിലപ്പോ. നിങ്ങൾക്ക് അറിയാലോ ഡിഗ്രി മെഷർമെന്റ് ആണ്. അപ്പൊ നോക്കിക്കേ, സൈൻ ഓഫ് കോസ് ഓഫ് 180 മൈനസ് 30 എന്ന് പറഞ്ഞാല് നിങ്ങൾ ചിന്തിക്കേണ്ട മെത്തേഡാണ് ഞാനിപ്പോ പറയുന്നത്. ബോർഡിലുള്ളത് ക്ലിയർ ആവുന്നില്ലാന്നോ? എടാ ഇതാണോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്? ഇത് ക്ലിയർ ആവുന്നില്ല? എടാ എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? വീഡിയോ ക്ലിയർ അല്ലേ? ഓ ഓ ഓ ഓ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ചില സമയം മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പൊ എന്താ വരുന്നത്? കോസ് ഓഫ്
180 മൈനസ് 30. ഓക്കെ, 180 മൈനസ് 30 എഴുതാം. ഇപ്പൊ ഇനി നിങ്ങൾ പറ, ഈ 180 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 30 എന്ന് പറഞ്ഞാൽ ഏതാ ക്വാഡ്രന്റ്? ഏതാണ്? സെക്കൻഡ് അല്ലെ? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. വെരി ഗുഡ്, നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക് മൈനസ് എന്നെഴുതി കൂടെ. എന്ത് ചെയ്താ? മൈനസ്, മൈനസ് ഓഫ് അല്ലെ? മൈനസ് ഓഫ് 180 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആണോ വെർട്ടിക്കൽ ആക്സിസ് ആണോ? 180 belongs to which axis? Horizontal or vertical? Vertical ആണോ? 180 ഒന്ന് നോക്കിക്കട, ഏത് ആക്സിസിലാണ് കിടക്കുക? ഇങ്ങനെയുള്ള ആക്സിസ് അല്ലേ 180 കിടക്കുക. അപ്പൊ ഏതാണ്? ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ആക്സിസിലാണെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ റിറ്റെയിൻ ചെയ്യില്ലേ? റിറ്റെയിൻ ചെയ്യോ അതോ സ്വാപ്പ് ചെയ്യണോ? സ്വാപ്പ് ഓർ റിറ്റെയിൻ? എസ് ഓർ ആർ? സ്വാപ്പ് ആണോ റിറ്റെയിൻ ആണോ? റിറ്റെയിൻ അല്ലെ? എന്ത് ചെയ്യും? റിറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ cos 180 minus 30 എന്തെന്നെ വരുള്ളൂ? cos 30 വരുള്ളൂ അല്ലെ? cos 180 minus 30 എന്ത് വരുള്ളൂ? cos 30 വരുള്ളൂ. എന്നാ അത് എത്രയാ? cos 30 എത്രയാ? മൈനസ് cos 30. cos 30 എത്രയാണ്? √3/2 അല്ലെ? മൈനസ് ഓഫ് √3/2. ഓക്കെ, എത്ര വന്നു? മൈനസ് ഓഫ് √3/2. ഇനി അതേപോലെ cos 150 ഞാൻ വേറെ രീതിയിലും കാണിക്കാം. എക്സാമ്പിൾ 3 അല്ല കേട്ടോ, അത് ആ സെയിം കാര്യം തന്നെയാണ്, സെയിം ട്രിഗണോമെട്രിക് അല്ലേ കണ്ടുപിടിക്കുന്നത്, പക്ഷെ വേറെ രീതിയിലും കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാ? കോസ് നമ്മളിപ്പോ ഇവിടെ 180 മൈനസ് പറഞ്ഞതിന് പോലെ തന്നെ എങ്ങനെ എഴുതാം? എന്ത് എഴുതാം? വെരി ഗുഡ്, നേരത്തെ ആള് പറഞ്ഞിരുന്നു അല്ലെ? എന്താണ്? 90 പ്ലസ് 60 എന്ന് എഴുതിക്കൂടെ? 90 പ്ലസ് 60 വന്നാൽ എന്താ കാര്യം? 90 പ്ലസ് 60 എന്ന് പറഞ്ഞാല് സെയിം ക്വാഡ്രന്റ് അല്ലെ? ക്വാഡ്രന്റിന് വ്യത്യാസം ചെയ്യലോ. ഏത് ക്വാഡ്രന്റ് തന്നെയാ? സെക്കൻഡ് ക്വാഡ്രന്റ് തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ഇടണം? നെഗറ്റീവ് ഇടണം. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്? ക്വാഡ്രന്റിൽ കോസ് ഈസ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? കോസ് നെഗറ്റീവ് ആണ്. ഇവിടെ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്. നോക്കിയേ, കോസ് അല്ലെ? കോസ് 150 ഞാൻ കോസ് ഓഫ് 90 പ്ലസ് 60 എഴുതി. പിന്നെ ഞാൻ നോക്കേണ്ടത് എന്താണ്? ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്നോ, വിച്ച് ക്വാഡ്രന്റ് എന്നാണ് ഫസ്റ്റത്തെ കാര്യം. ക്വാഡ്രന്റ് ഏതാ? സെക്കൻഡ്. സെക്കൻഡിൽ കോസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ്. നെഗറ്റീവ് ഇട്ടു. ഇനി എന്താ നോക്കേണ്ടത്? ആംഗിൾ. ഈ ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി പോസിറ്റീവ് ആണ്, ഹൊറിസോണ്ടൽ ആക്സിസ് ആണോ വെർട്ടിക്കൽ ആക്സിസ് ആണോ? വെർട്ടിക്കൽ ആക്സിസ് അല്ലെ? വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ നിങ്ങൾ സ്വാപ്പ് ചെയ്യണോ വേണ്ടേ? സ്വാപ്പ് ചെയ്യണോ റീറ്റെയിൻ ചെയ്യണോ? സ്വാപ്പ് അല്ലെ? എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് കോസ് അല്ലേ? കോസ് എന്താവും? കോസിന് അവർ എന്ത് ചെയ്യണം? സൈൻ ആവും. വെരി ഗുഡ്, വെരി ഗുഡ്, സൈൻ ആവും. അപ്പൊ എന്താണ്? മൈനസ് സൈൻ 60. സൈൻ 60 എത്രയാ? സൈൻ 60 എത്രയാണ്? ക്ലിയർ ആണോ? അത് സൈൻ 60 ഈസ് √3/2. ഓക്കെ, അപ്പോഴേ ഞാനിപ്പോ ഈ 2 ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഹോംവർക്ക് ആയിട്ട് തരാം കേട്ടോ. ഓക്കെ, 3 ഇതൊക്കെ ഹോംവർക്ക് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഹോംവർക്ക് ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഹോംവർക്ക് 3 എന്ന് പറഞ്ഞു വേണ്ട. ഫൈൻഡ് all trigonometric ratios of following angles. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. സോറി എപ്പോഴാ ഓർത്ത, നിങ്ങളുടെ ബുക്കിൽ തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കേ ഇപ്പൊ തന്നിട്ടുള്ള മെറ്റീരിയൽ ഇല്ലേ, അതിൽ തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കോഴ്സിന്റെ ബ്രിഡ്ജ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഞാൻ പറയാം, നിങ്ങൾക്ക് പേജ് നമ്പർ 4 കിടക്കുന്നുണ്ട്. ഇവാലുവേറ്റ് ദ 6 trigonometric ratios എന്നാണ് കേട്ടോ. ട്രിഗണോമെട്രിക് വാല്യൂസ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്.
ഫോളോയിങ് ആംഗിൾസ് ആണ് കേട്ടോ. ഫോളോയിങ് ആംഗിൾസ് പേജ് നമ്പർ 4 എക്സാമ്പിൾ 4 പേജ് നമ്പർ 4 എക്സാമ്പിൾ 4 ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ആംഗിൾസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കേ. ഏതൊക്കെയാ? 120 150 അല്ലെ? 120യും 150 നമ്മൾ ഓൾറെഡി ചെയ്തതല്ലേ അല്ലേ? 120 150 ചെയ്തതല്ലടാ. യെസ്. ബാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബാക്കി നിങ്ങളൊന്ന് സ്വന്തം ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതിലെല്ലാ ആംഗിൾസും കിടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം എന്ത് വേണം? നിങ്ങൾ സൈനും കോസും മാത്രം കണ്ടുപിടിച്ചാൽ പോലെ. സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, നിങ്ങൾ ഈ 6 എണ്ണവും കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ അത്? ഞാൻ ഒറ്റ എക്സാമ്പിളും കൂടെ പെട്ടെന്നൊന്ന് കാണിക്കാം. പക്ഷെ ശ്രദ്ധിക്ക, ടാൻ ഓഫ് 120നെ പിന്നെടാ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇവിടെ ഈ കോസ് 150 കാണിക്കുമ്പോഴും അതേപോലെ ഈ കോസ് 150 ചെയ്യുമ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്? ഫസ്റ്റത്തേതാണോ 180 മൈനസ് എഴുതുന്നതാണോ അതോ 90 പ്ലസ് എഴുതുന്നതാണോ നല്ലത്? ഏതാ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ടേംസിൽ എഴുതുന്നതാണോ വെർട്ടിക്കൽ ആക്സിസിന്റെ ടേംസിൽ എഴുതുന്നതാണോ എളുപ്പം? ഏതാണ്? വെർട്ടിക്കൽ ആക്സിസിനേക്കാളും എളുപ്പം എപ്പോഴും ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ടേംസിൽ എഴുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആക്സിസിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്തിനെ പറ്റി വറി ചെയ്യണം? സ്വാപ്പ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നോക്കണം അല്ലെ? സ്വാപ്പ് ചെയ്യണോ വേണ്ടേ എന്നെല്ലാം നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ലേ അല്ലെ? സ്വാപ്പ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നോക്കണം. പക്ഷേ ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ടേംസിലാണ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. റീറ്റെയിൻ ചെയ്യുന്നതല്ലേ നമുക്ക് എപ്പോഴും എളുപ്പം. അപ്പം ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഇനി ചെയ്യുക ഒരൊറ്റ മെത്തേഡിലാണ്. എന്തിന്റെ ടേംസിക്ക് മാറ്റും? ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ടേംസിക്ക് മാറ്റും. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ടേംസിൽ ടാൻ 120 എങ്ങനെ എഴുതാം? ടാൻ 180 മൈനസ് 60 അല്ലേ? അതിലാർക്കും കൺഫ്യൂഷൻ ചെയ്യണം ഉണ്ടോ? ഇല്ല. ഓക്കെ, നോക്കിയേ 180 മൈനസ് 60 ഏത് ക്വാഡ്രന്റാ? 180 മൈനസ് 60 എന്ന് പറഞ്ഞാൽ 120 അല്ലേ? 120 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ അല്ലേ പോസിറ്റീവ്? അപ്പൊ ടാൻ എന്താണ്? സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് ടാൻ എന്ത് വരും? ടാൻ ഈസ് നെഗറ്റീവ്. വെരി ഗുഡ്. ടാൻ നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് എന്ന് ആദ്യം ഇട്ട് കൊടുക്കണം അല്ലെ? മൈനസ് 180 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, റീറ്റെയിൻ ചെയ്യാം അല്ലെ? അപ്പൊ റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ടാൻ ആയിട്ട് തന്നെ നിൽക്കും. അല്ലാതെ എന്താവില്ല, കോട്ടായിട്ട് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ടാൻ 60 എത്രയാണ്? ടാൻ 60 എത്രയാണ്? മൈനസ് √3. അപ്പൊ എത്ര വരും? മൈനസ് √3. ക്ലിയർ ആണോ അത്? ഓക്കെ എടാ, ഇത് നിങ്ങൾക്ക് മാത്സിലാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഇത് ശരിക്കും ഫിസിക്സിൽ ഇപ്പൊ നമ്മളൊരു 1 അവർ ഏകദേശം സ്പെൻഡ് ചെയ്തിട്ടാണ് എടുത്തത്. ഓക്കെ, ഇപ്പൊ ഒന്നാമത് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും കൂടെ ഒരു ബുദ്ധിമുട്ടാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. സാധാരണ ഒരു ക്ലാസ് ഫുള്ള് വേണ്ടി വരാറില്ല ഇതിന്. ഓക്കെ, എനിവേ കുഴപ്പമില്ല, നമുക്ക് ഈ ടൈം വേർത്ത് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ഇത് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നിൽക്കണ്ട. നിങ്ങളിപ്പോ ഫുഡൊക്കെ കഴിച്ചവരാണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഇരുന്ന് ചെയ്യാം. കാരണം ഇത് മാത്സ് ആണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, മെത്തേഡ് മറന്നുപോകും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആ ഒരു പറഞ്ഞ ആ ഒരു എനർജിയിൽ തന്നെ എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കിട്ടേണ്ടതാണ്. അപ്പൊ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. പറഞ്ഞോളൂ. മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും കെമിസ്ട്രിന്റെ ഹോംവർക്ക് ചെയ്ത് തന്നിരുന്നു, എല്ലാവരും ചെയ്തിരുന്നോ? ഓക്കെ, ആരെങ്കിലും ചെയ്യാത്തവരുണ്ട് ഇപ്പൊ തന്നെ ചെയ്യാം. അടുത്ത ക്ലാസ്സിന് ആ സമയത്തിനുള്ളിൽ ചെയ്യാം. പിന്നെ എല്ലാവരും അടുത്ത ക്ലാസ് മുതൽ ഇന്നിപ്പോ എല്ലാവരും 8 മണിക്ക് പറഞ്ഞാൽ 8 മണിക്കാണ് കയറി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാവരും കയറുക. അടുത്ത ക്ലാസ്സിൽ ടൈം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അഡ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ മാക്സിമം കുറച്ച് മുമ്പ് തന്നെ എല്ലാവരും റെഡി ആയിരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോഴേ ഞാന് കട്ട് ചെയ്തോട്ടെ, ലീവ് ചെയ്തോട്ടെ. ഓക്കെ, അടുത്ത ക്ലാസ്സിന്